ലോകകപ്പിന്റെ ആവേശമുയർത്തി വിവിധ സംഘടനകൾ ജൂൺ 13-ന് പാലക്കാട് നഗരത്തിൽ പ്രൊമോഷൻ റാലി നടത്തും. സ്പോർട്സ് ആണ് ലഹരി എന്ന സന്ദേശമുയർത്തി രാസലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം കൂടിയാണ് പ്രൊമോഷൻ റാലി എന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കാസർഗോഡ് നിന്ന് തുടങ്ങിയ റാലിയാണ്. നാളെ പട്ടാമ്പി, ഒറ്റപ്പാലം, പാലക്കാട് മൂന്നിടത്തായിട്ടാണ് ഇതിന് സ്വീകരണം കൊടുക്കുന്നത്. നാളെ വൈകിട്ട് 5 മണിക്കാണ് പാലക്കാട് ഹെഡ് പോസ്റ്റേഴ്സിന്റെ അവിടെ നിന്ന് തുടങ്ങുന്ന റാലി കോട്ടമൈതാനത്ത് സമാപിക്കും. തുടർന്നുള്ള കാര്യങ്ങളുണ്ട്. കേരള പത്രപ്രവർത്തക യൂണിയൻ, സ്പോർട്സ് ഗുഡ്സ് അസോസിയേഷൻ, ടർഫ് അസോസിയേഷൻ, വ്യാപാരി വ്യവസായ ഏകോപന സമിതി എന്നിവ സംയുക്തമായാണ് പ്രൊമോഷൻ റാലി സംഘടിപ്പിക്കുന്നത്. 48 രാജ്യങ്ങളുടെ പതാകയേന്തി പോസ്റ്റ് ഓഫീസ് പരിസരത്തു നിന്ന് ആരംഭിക്കുന്ന റാലി ചെറിയ കോട്ടമൈതാനത്ത് സമാപിക്കും. ജില്ലയിലെ സ്പോർട്സ് ക്ലബ്ബുകൾ, അക്കാദമികൾ, കായിക പ്രേമികൾ എന്നിവർ അണിനിരക്കും. ഫുട്ബോൾ ലോകകപ്പിന്റെ ഭാഗമായി നടക്കുന്ന റാലിയിൽ കായിക ഇഷ്ടതാരങ്ങളുടെ ഫാൻസുകാർ ജേഴ്സി അണിഞ്ഞ് മാർച്ച് നടത്തും. മാർച്ചിൽ മികച്ച ഗ്രൂപ്പുകൾക്ക് 5000, 3000, 2000 വീതം സമ്മാനം നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. നമ്മുടെ ചെറുപ്പക്കാരെ മുഴുവനായിട്ട് സ്പോർട്സിലോട്ട് പ്രൊമോട്ട് ചെയ്യാനുള്ള ഉദ്ദേശം കൂടി ഇതിനുണ്ട്. പിന്നെ ഈ റാലി പ്രധാനമായിട്ട് എല്ലാവർക്കും ഫ്രീ രജിസ്ട്രേഷൻ ആണ്. ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം. അതിന് പുറമെ നല്ല റാലി പങ്കെടുക്കുന്നവർക്ക് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഫസ്റ്റ് പ്രൈസ് 5000 റുപ്പീസാണ്, സെക്കൻഡ് പ്രൈസ് 3000, തേർഡ് പ്രൈസ് 2000 റുപ്പീസും സമ്മാനിക്കുന്നതാണ്. ടർഫ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് മിൻഹാജ്, സ്പോർട്സ് ഗുഡ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം എം ഉമ്മർ, പ്രസ് ക്ലബ് പ്രസിഡന്റ് നോബിൾ ജോസ്, ടർഫ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ എ സങ്കീർത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.